നമുക്ക് ക്യാൻവാസ് ഇല്ലാണ്ട് ഇങ്ങനെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ ഇവിടെ നെക്ക് ഇങ്ങനെ ഇതുപോലെ വെച്ചിട്ട് നെക്കിൻ്റെ വിഡ്ത്തും അതേപോലെ തന്നെ ലെങ്ത്തും മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം നമ്മളിവിടെ വരച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റണില്ല. കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ നെക്കിൽ വല്ല ഡിഫറൻസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇവിടെ ഒരു കട്ടിട്ട് കൊടുക്കുക. അതിന് ശേഷം ഞാൻ ചെയ്തൊരു മെത്തേഡ് എന്ന് വെച്ചാൽ നെക്കിൻ്റെ ഷേപ്പ് നമ്മളിവിടെ ഇങ്ങനെ ഇതുപോലെ വരച്ച് ഈ സൈഡിലേക്ക് വരച്ചെടുക്കുക. അതിന് ശേഷം ഇതിനെ തുറന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് കറക്റ്റ് ചെയ്തിട്ട് വെച്ചതിൻ്റെ ശേഷം നമ്മളിങ്ങനെ കൊട്ടിക്കൊടുക്കും. അപ്പോൾ ആ ഒരു ഇത് അപ്പുറത്തേക്കും വരുന്നിട്ട് അതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് എടുക്കട്ടെ. അപ്പോൾ ക്യാൻവാസ് ഇല്ലാണ്ട് നമ്മൾ തുണി വെച്ചിട്ട് കഴുത്ത് എങ്ങനെ ഫിനിഷ് ചെയ്യുക എന്നുള്ളത് സിമ്പിളായൊരു മെത്തേഡാണിത്. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അതായത് ഈ ഒരു ഭാഗം നമ്മൾ ആദ്യം തന്നെ റൗണ്ട് കട്ട് ചെയ്തിട്ടും അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ റൗണ്ട് കട്ട് ചെയ്തിട്ടില്ല എന്ന് മാത്രം കേട്ടോ. അപ്പോൾ അതിന് ശേഷം നല്ല വശത്ത്, അതായത് മെറ്റീരിയലിൻ്റെ നല്ല വശത്താണ് നമ്മൾ നെക്കിൻ്റെ ഈ പീസ് വെക്കുന്നത് കേട്ടോ. അതിന് ശേഷം നമ്മളിത് ഈ ക്യാൻവാസിൻ്റെ പോലെ അല്ല നമ്മളിതിൻ്റെ സ്റ്റിച്ചിങ്, നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത കറക്റ്റ് ലൈനിൽ കൂടെയാണ് കേട്ടോ സ്റ്റിച്ച് വരേണ്ടത്. അപ്പോൾ നമ്മൾ ഇത് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ മാർക്ക് ചെയ്ത് ലൈനിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. കറക്റ്റായിട്ട് ആ ലൈനിൽ കൂടെ തന്നെ സ്റ്റിച്ച് വരണം. അപ്പോൾ തുണി തെന്നി പോവാതിരിക്കാൻ വേണ്ടി പിന്നെ എന്തെങ്കിലുമൊക്കെ കുത്തി വെക്കുക. കാരണം ഞാൻ ഇപ്പോൾ ഇവിടെ പിന്നും കാര്യങ്ങളൊന്നും കുത്തിയിട്ടില്ല, പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫിനിഷോട് കൂടി കിട്ടണമെന്നുണ്ടെങ്കിൽ എപ്പോഴും പിൻ ചെയ്തിട്ടൊക്കെ ചെയ്യുക കേട്ടോ. പ്രത്യേകിച്ച് ഫസ്റ്റ് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ ഞാനിപ്പോൾ ഇത് കൈയും കൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യണത്. ആ ഒരു മടി കാരണം എപ്പോഴും എനിക്ക് ചില ടൈമിലൊക്കെ പണി കിട്ടാറുണ്ട്. നെക്ക് അങ്ങോട്ടും കയറി വരാണ്ട് എന്നിട്ട് വീണ്ടും അത് അഴിക്കും, എന്നിട്ട് ചെയ്യും, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് കേട്ടോ. എന്നാലും ഞാൻ ആ ചെയ്യണ സമയത്ത് പിന്നൊക്കെ കുത്താൻ മറന്നു പോകും. അതിന് ശേഷം നമ്മളത് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് കട്ട് ചെയ്ത് മാറ്റി കേട്ടോ. അതിന് ശേഷം നമ്മളിവിടെ ഓരോ കട്ടിട്ട് കൊടുക്കുക. അത് മറിച്ചെടുക്കുമ്പോൾ നല്ല ഇതിൽ നമുക്ക് ക്രോസ് പീസും വെച്ചിട്ടും ചെയ്യാം കേട്ടോ. റൗണ്ട് നെക്കൊക്കെ ആകുമ്പോൾ ക്രോസ് പീസ് വെച്ചിട്ടും ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തതെന്ന് മാത്രം. ക്രോസ് പീസ് വെച്ചിട്ട് ചെയ്താലും നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് റൗണ്ട് നെക്ക് കിട്ടും. അതിൻ്റെ വീഡിയോ ചെയ്തിട്ട് ഇടണ്ട കേട്ടോ. അതിൻ്റെ ശേഷം നമ്മൾ ഇതിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക, അതായത് ലൈനിങ്ങിൽ കൂടെ കേട്ടോ. നമ്മൾ മെയിൻ ക്ലോത്തിൽ തട്ടാതെ ലൈനിങ്ങിൽ കൂടെ ഫസ്റ്റ് ഒരു സ്റ്റിച്ച് ഇങ്ങനെ കൊടുക്കുക കേട്ടോ. അത് നമുക്ക് നെക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടി മറിഞ്ഞ് കിട്ടാനും എല്ലാത്തിനും, ഇപ്പോൾ ക്യാൻവാസിൽ ചെയ്യുകയാണെങ്കിലും ഒക്കെ നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ലതിൽ നെക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും കേട്ടോ. അതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നെക്കിൽ കിട്ടും. കണ്ടില്ലേ, ഞാൻ അയൺ ചെയ്തിട്ടില്ല, അപ്പം ഞാൻ എന്താക്കിയിട്ടുള്ളൂ അടിച്ചിട്ടുള്ളൂ. അപ്പം തന്നെ കണ്ടില്ലേ നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മളൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്യുക. അയൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതിൽ കിട്ടും കേട്ടോ എനിക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് പതിച്ചടിക്കുക.